ഹലോ ഗൈസ്, ബ്രെയിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു 5x5 എങ്ങനെയാണ് ശരിയാക്കുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 4x4 പോലെ തന്നെയാണ് 5x5. ഫസ്റ്റ് നമ്മൾ ഇതിനൊരു സെൻറ്റർ ഫോം ആക്കണം. ദെൻ നമുക്ക് ഇതിൻ്റെ എഡ്ജ് പീസസ് ഫോം ആക്കണം. ലാസ്റ്റ് 3x3 പോലെ തന്നെ എല്ലാം കൂടെ അങ്ങ് ഫോം ആക്കണം. അപ്പോഴത്തേനും നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ 4x4 അതേ മൂവ്സാണ് വരുന്നത്. സ്മോൾ R2 ആണെങ്കിൽ ഇതിന് സ്മോൾ R2 ഉണ്ട്. നമുക്ക് മിഡിൽ പീസ്, അതായത് ഈ സെൻറ്റർ, അത് മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഫോം ആക്കേണ്ടത് സെൻറ്ററാണ്, അതായത് ഈ 9 പീസസ്. അപ്പോൾ നമ്മളൊരു കളർ സെലക്ട് ചെയ്യുന്നു. വൈറ്റാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈറ്റിൻ്റെ ഇവിടെ ഒരു മിനി പ്ലസ് പോലെ വരുത്തണം. ഈ 4 സെൻറ്റർ പീസസും കൂടെ കയറ്റി ഈ 4 ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്നു സെൻറ്റർ പീസസ് എവിടെയാണ്. ഇവിടെ ഒരെണ്ണം കിടപ്പുള്ളതിനെ ഇതുപോലെ അപ്പ് സൈഡിൽ പിടിച്ചതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് കയറ്റുന്ന ഇക്വേഷൻ ചെയ്യുന്നു. RR ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ പീസ് ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാവും. നെക്സ്റ്റ് പീസ് നോക്കുന്നു. ഇല്ല, ഇവിടെ ഒന്നുണ്ട്. ഇവിടെ ഇത് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് കയറ്റേണ്ടത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുന്നത് ഇതുപോലെ അപ്പ് സൈഡിൽ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ ചെയ്യുന്നു. LL ഇൻവേഴ്സ് U'LL. ഇത്രയും ചെയ്യുമ്പോഴത്തേനും അത് ഇവിടെ കയറിയിട്ടുണ്ടാകും. ദെൻ നെക്സ്റ്റ് പീസ് നോക്കുന്നു. നെക്സ്റ്റ് പീസ് ഒരു പീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ റൈറ്റ് സൈഡിലോട്ടാണ് കയറ്റേണ്ടത്. അപ്പോൾ അപ്പ് സൈഡിൽ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ ചെയ്യുന്നു. RR ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്കിവിടെ മിനി പ്ലസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 4 കോർണർ പീസ് പോലെ വരുന്ന സെൻറ്റർ പീസ് നമുക്ക് ഫോം ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു കോർണർ പീസ് നോക്കുന്നത് അത് ഇവിടെയാണുള്ളത്. അതിനെ ഇതുപോലെ മാച്ചാക്കി പിടിക്കുന്നു. ശേഷം അതായത് ഇതിൻ്റെ ഒരു എഡ്ജ് പീസ് വ്യത്യാസത്തിൽ പിടിക്കുന്നു. ശേഷം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. RR ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ പീസ് അവിടെ ഫോം ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് പീസ് വരുന്നത് ഇവിടാണ്. നമുക്ക് ഒരു ഫേസ് സൈഡ് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് നമുക്ക് ഒരു എഡ്ജ് പീസ് വ്യത്യാസത്തിൽ ഇതുപോലെ പിടിക്കാം. ശേഷം ഇക്വേഷൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. RR ഇത്രയും ചെയ്യുമ്പോഴത്തേനും അതും ഇവിടെ ഫോമായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് വൈറ്റ് പീസ് നോക്കുന്ന ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ അതുപോലെ ഫോം ആക്കാം. ഇത്രയും ചെയ്യുമ്പോഴത്തേനും അത് ഇവിടെ ഫോമായി വന്നിട്ടുണ്ട്. ഇനി ഉള്ള ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിലാണ്. അപ്പോൾ അതിനെ റൈറ്റ് സൈഡ് അപ്പ് സൈഡാക്കി പിടിക്കുക. അതായത് റൈറ്റ് സൈഡിൽ സ്മോൾ യുൻ്റെ അവിടെ പിടിച്ചതിന് ശേഷം മറ്റേ പീസിനെയും ഏകദേശം സെയിം ആയിട്ട് പിടിക്കുക. ശേഷം ഈ ഇക്വേഷൻ ചെയ്യുക. R2B RR2 B2 RR2. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് വൈറ്റിൻ്റെ സെൻറ്റർ പീസ് ഇവിടെ ഫുള്ളായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കളർ, അതായത് യെല്ലോ ആണ് ഫോം ആക്കേണ്ടത്. യെല്ലോയുടെ എഡ്ജ് പീസ് നമ്മൾ ആദ്യം നോക്കുന്നു. അപ്പ് സൈഡിൽ പിടിക്കുന്നു. ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുന്നു. LL ഇൻവേഴ്സ് U'LL. ഇത്രയും ചെയ്യുമ്പോഴത്തേനും
ഇവിടെ അത് ആ എഡ്ജ് പീസ് ഫോമായി കിട്ടും. നെക്സ്റ്റ് എഡ്ജ് പീസ് നോക്കുന്നു. നെക്സ്റ്റ് 2 എഡ്ജ് പീസും ഇവിടെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇതിനെ ഡയറക്റ്റ് അപ്പ് സൈഡിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് റൈറ്റ് സൈഡിലോട്ടും ഒരെണ്ണത്തിന് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടും കയറ്റാം. അപ്പം നമ്മൾ ഫസ്റ്റിനെ ഈ പീസിനെ റൈറ്റ് സൈഡിലോട്ടാണ് കയറ്റുന്നത്. അപ്പോൾ കയറ്റി കൊടുക്കാനുള്ള ഇക്വേഷൻ ചെയ്യാം. RR ഇത്രയും ചെയ്യുമ്പോഴത്തേനും അതവിടെ കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് പീസിനെ നമ്മൾ അതുപോലെ പിടിച്ചതിന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുക. LL ഇൻവേഴ്സ് U'LL. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് യെല്ലോയുടെ ഒരു പ്ലസ് കിട്ടിയിട്ടുണ്ടാവും. ദെൻ നമുക്ക് കോർണർ പീസ് പോലെ വരുന്ന സെൻറ്റർ പീസിനെ നമുക്ക് കയറ്റി കൊടുക്കാം. റൈറ്റ് സൈഡിൽ പിടിച്ചതിന് ശേഷം ഇക്വേഷൻ ചെയ്യുക. RRU'RR' ഇപ്പോൾ അത് ഫോമായി കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഫേസ് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് അതിനെ കയറ്റാവുന്ന പരുവത്തിൽ കൊണ്ടുവരിക. ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും അത് അവിടെ ഫോമായി കിട്ടും. നെക്സ്റ്റ് കളർ ഒരെണ്ണം ഇവിടെയാണ്. നമുക്കിതിനെ റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുവരണം. ഫേസ് ടേൺ ചെയ്ത് ഒരു പീസിനെ റൈറ്റ് സൈഡിലോട്ടും കൊണ്ടുവരണം. ശേഷം ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും അതും അവിടെ ഫോമാവും. നെക്സ്റ്റ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് റൈറ്റ് സൈഡിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ തന്നെ കൊണ്ടുവന്നതിന് ശേഷം ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുക. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് യെല്ലോയും ഇവിടെ ഫോമായി കിട്ടും. ഇനി നമുക്ക് ഗ്രീനിൻ്റെ സൈഡിൽ ഗ്രീൻ ഫോമാക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിന് എഡ്ജ് പീസ് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കാം. അപ്പോൾ ഇനിയുള്ള എഡ്ജ് പീസ് ഒരെണ്ണം വരുന്നത് ഇവിടാണ്. ആ എഡ്ജ് പീസിനെ അപ്പ് സൈഡിൽ പിടിച്ചതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലോട്ട് എഡ്ജ് പീസിനെ കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യാം. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ എഡ്ജ് പീസ് അവിടെ കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് എഡ്ജ് പീസ് വരുന്നത് ഇവിടെയാണ്. അതിനെ നമുക്ക് ഡയറക്റ്റ് അപ്പ് സൈഡിലോട്ട് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഫേസ് ഒന്ന് ടേൺ ചെയ്ത് നമ്മൾ അപ്പ് സൈഡിൽ പിടിച്ചതിന് ശേഷം റൈറ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുന്നു. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും ഗ്രീനും അവിടെ ഒരു മിനി പ്ലസ് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കോർണർ പീസ് പോലെ വരുന്ന സെൻറ്റർ പീസ് നമുക്കൊന്ന് മാറ്റാക്കാം. ഇപ്പോൾ ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലാക്കി പിടിക്കുന്നു. ശേഷം റൈറ്റ് സൈഡിലോട്ട് കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യുന്നു. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും ഗ്രീനും അവിടെ മാച്ചായി കിട്ടും. നെക്സ്റ്റ് ഗ്രീൻ വരുന്നത് ഇവിടെയാണ്. അത് ഓൾറെഡി നമുക്ക് റൈറ്റ് സൈഡിൽ മാച്ചായി കിട്ടിയതായിരിക്കും. നമുക്ക് ഇക്വേഷൻ ചെയ്യാം. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും അത് ഇവിടെ മാച്ചായി കിട്ടും. ബട്ട് ഒരെണ്ണം ബാക്ക് സൈഡിൽ വരുന്നുണ്ടായിരിക്കും. അതിനെ നമുക്ക് വൈറ്റിന് ചെയ്ത് അതേ ഇക്വേഷൻ വെച്ച് ചെയ്യാം. RR2B RR2B2 RR2 ഇത്രയും ചെയ്യുമ്പോഴത്തേന് ഇത് ഇവിടെ മാച്ചായി കിട്ടും. ഇനി വരുന്നത് ബ്ലൂ ആണ്. ബ്ലൂവിനും നമുക്ക് സെയിം ആയിട്ട് എഡ്ജ് കയറ്റാം. ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് എഡ്ജ് കയറ്റേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യുന്നു. ഇൻവേഴ്സ് U'LL ഇത്രയും ചെയ്യുമ്പോഴത്തേനും ആ എഡ്ജ് പീസ് അവിടെ കയറിയിട്ടുണ്ടാവും. നെക്സ്റ്റ് സെൻറ്റർ പീസ് അവിടെ കയറിയിട്ടുണ്ടാവും. നെക്സ്റ്റ് സെൻറ്റർ പീസ് വരുന്നത് ഇവിടാണ്. ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കയറ്റി കൊടുക്കാം. RRU'RR' ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബ്ലൂവിൻ്റെ ഒരു മിനി പ്ലസ് കിട്ടിയിട്ടുണ്ട്. ദെൻ നമുക്ക് ബ്ലൂവിൻ്റെ കോർണർ പീസ് പോലെ വരുന്ന സെൻറ്റർ പീസ് കയറ്റി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരെണ്ണമാണ് കയറ്റുന്നത്. ഇക്വേഷൻ ചെയ്യുന്നു. RRU'RR'
URR dash URR U2 RR dash. ഇത് ഇത്രയും ചെയ്യുമ്പോഴത്തേനും ബ്ലൂ അവിടെ കയറിയിട്ടുണ്ട്. നമുക്ക് ഫേസ് ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്ത് അടുത്തതിനെ നമുക്ക് മാച്ചാക്കി പിടിക്കാം. ശേഷം അതിനെ കയറ്റാനുള്ള ഇക്വേഷൻ ചെയ്യാം. RR URR dash URR U2 RR dash. ഇത്രയും ചെയ്യുമ്പോഴത്തേനും അതും അവിടെ കയറിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് ഫേസ് ടേൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. ശേഷം ഇക്വേഷൻ ചെയ്യാം. RR URR dash URR U2 RR dash. ഇത്രയും ചെയ്യുമ്പോഴത്തേനും അതും അവിടെ ആയിട്ടുണ്ടാണ്. നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് ഫേസ് ടേൺ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ശേഷം അപ്പ് സൈഡും ടേൺ ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു. ശേഷം ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. RR URR dash URR U2 RR dash. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് 4 കളേഴ്സ് ഫുള്ളായി കിട്ടും. യെല്ലോ, ബ്ലൂ, വൈറ്റ് ആൻഡ് ഗ്രീൻ. ഇനി നമുക്ക് ഫോം ആക്കേണ്ടത് റെഡും ഓറഞ്ചുമാണ്. അതും നമുക്ക് ഫില്ലാക്കി കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ സെൻറ്റർ പീസിനെ നമുക്ക് നോക്കാം. ഇവിടെ ഇവിടെയും റെഡാണ്, ഇവിടെ റെഡാണ്. അപ്പോൾ നമുക്ക് ഇവിടാണ് റെഡിനെ കയറ്റേണ്ടത്. അപ്പോൾ നമുക്ക് ഓറഞ്ചിനെ ടേൺ ചെയ്ത് ഇങ്ങോട്ടാക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡും ഇവിടെ ഓറഞ്ചും. നമ്മൾ സ്മോൾ യു 2 പ്രാവശ്യം ടേൺ ചെയ്താൽ ഇവിടെ റെഡ് മാച്ചായി കിട്ടും, ഇവിടെ ഓറഞ്ചും മാച്ചായി കിട്ടും. ശേഷം നമുക്ക് വരുന്നത് ഇതാണ്. അത് നമുക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ഓരോ സൈഡിൽ ഓറഞ്ചും ഒരു സൈഡിൽ റെഡും ആക്കി പിടിക്കുന്നു. ശേഷം സ്മോൾ യു 2 തവണ ടേൺ ചെയ്യുന്നു. ശേഷം നമ്മൾ ഇനി ബാക്കി വരുന്ന ഒരു ഓറഞ്ച് പീസിനെ അപ്പ് സൈഡിലോട്ടും ഇവിടെ ബാക്കി വരുന്ന ഒരു റെഡ് പീസിനെ അപ്പ് സൈഡിലോട്ടും പിടിച്ചതിന് ശേഷം സ്മോൾ യു ഒന്നും കൂടി 2 തവണ ടേൺ ചെയ്യുമ്പോൾ ഇവിടെ മിനി പ്ലസ് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും മിനി പ്ലസ് കിട്ടിയിട്ടുണ്ട്. ശേഷം വരുന്നത് ശേഷിക്കുന്ന ഈ 2 പീസസ് ആണ്. അതിനെ നമുക്ക് റൈറ്റ് സൈഡ് അപ്പ് സൈഡിലാക്കി ഇതിനെ പിടിക്കുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഓറഞ്ചിനെ പിടിച്ചതിന് ശേഷം ഈ ഇക്വേഷൻ ചെയ്യുന്നു. R2 B2 RR2. R2 അല്ല, RR2. ദെൻ നമ്മൾക്ക് നെക്സ്റ്റ് നോക്കുന്നു. അതിനെ റൈറ്റ് സൈഡ് അപ്പ് സൈഡ് ആക്കി പിടിച്ചിട്ടുണ്ട്. ശേഷം ഇക്വേഷൻ ഒന്നും കൂടെ ചെയ്യുന്നു. RR2 B2 RR2. ഇത്രയും ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ സെൻറ്റർ എല്ലാം ഇവിടെ ഫോമായി കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് വരുന്നത് 4x4 പോലെ തന്നെ എഡ്ജ് ഫോർമേഷനാണ്. അത് നമുക്ക് അടുത്ത പാർട്ടിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ പാർട്ട് വരെ ഗുഡ് ബൈ.